ഹായ് എവരി വൺ, നമുക്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസും അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേയിലേക്കുള്ള നിഫ്റ്റിയുടെ കുറച്ച് ഇമ്പോർട്ടൻസ് ലെവലും ഡിസ്കസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നോക്കുവാണെങ്കിൽ കൺസിക്യൂട്ടീവായിട്ട് ഒരു 12 ഡേയ്സിൽ മാർക്കറ്റ് പ്രീവിയസ് ഡേ ഹൈ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സോണാണ് ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടുന്ന് നല്ല രീതിയിലൊരു ബൈയിങ് പ്രഷർ ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റ് ഇവിടുന്ന് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഇത് നിയർലി ഏകദേശം ഒരു മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ പാറ്റേൺ ആണ്. അപ്പം സപ്പോർട്ടിലൊരു മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് അപ്സൈഡ് പോകാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന ഒരു കണ്ടീഷൻ. അപ്പം അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് അവിടെ മുകളിലേക്ക് പോയിട്ടുണ്ട്. ദെൻ അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളുടെ വീഡിയോസിൽ പറഞ്ഞതാണ് ഈ ഒരു റെഡ് ക്യാൻഡലിനകത്ത് 7 ഡേയ്സ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡലിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം രാവിലെ തന്നെ നമ്മൾ നമ്മുടെ പേജിൽ മോർണിംഗിൽ നോക്കിയിരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ള ഒരു സോണാണ് 23,840 എന്ന് പറയുന്ന ഒരു സോൺ. അപ്പോൾ ആ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് പോകാനുള്ള ഒരു പ്രോബബിലിറ്റി മാർക്കറ്റിന് ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാക്റ്റ് ഇന്ന് ആ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിലൊരു അപ്സൈഡ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം ഉണ്ടാക്കിയിരിക്കുന്ന നല്ലൊരു ഇമ്പോർട്ടൻറ്റ് സോണാണ് 2470 എന്ന് പറയുന്ന ഈ ഒരു സോൺ. അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിൽ ചെറിയൊരു ബുള്ളിഷ്നെസ് ഉണ്ട്. എങ്കിലും ഒരു ഡെയിലി ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോഴും ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു സോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മാർക്കറ്റ് ഒരു റേഞ്ച് സോണാണ് ഇവിടെ. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു ചെറിയ ബുള്ളിഷ്നെസ് ആണ് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഡിപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇവൻ നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 23,840 എന്ന് പറയുന്ന ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ ഓൺ ഡിപ്പ് എന്ന് പറയുന്ന രീതിയിൽ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും വരുന്ന ദിവസങ്ങളിൽ.